ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നൊരു വിലയിരുത്തലുണ്ടോ എന്ന് ചോദിച്ചാൽ ഭരണവിരുദ്ധ വികാരമില്ല. അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും LDF സർക്കാർ അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് സെക്രട്ടറി പറഞ്ഞത്. അത് ഏറെക്കുറെ ശരിയാണ് രാഷ്ട്രീയമായി എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഏതെങ്കിലും തരത്തിൽ BJP കോൺഗ്രസ് ബാന്ധവം നമുക്ക് പറയാൻ കഴിയില്ല. വളരെ നന്നായി തന്നെ അത് ശക്തമായി പെർഫോം ചെയ്തിട്ടുണ്ട്. ശരിയാണ്, 41 ഇടങ്ങളിൽ 3-ാം സ്ഥാനത്താണ്, 25 ഇടങ്ങളിൽ 1000-ൽ താഴെയാണ്. പക്ഷേ 2020 വളരെ ദുർബലമായിരുന്നു കോൺഗ്രസിൻ്റെ സംഘടന മികവ്. ഓർമ്മിക്കണം, 2015 40 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് ആണ് ഇപ്പോഴും ഏറ്റവും നല്ല പെർഫോമൻസ് നടത്തുമ്പോഴും കേവലം 19 സീറ്റുകളിലേക്ക് എത്തി നിൽക്കുന്നത്. ശരി, എനിക്ക് 2 കാര്യങ്ങളാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. ഒന്ന്, ഇതൊരു ഭരണവിരുദ്ധ വികാരമാണോ? 2, സ്വർണ്ണക്കൊള്ളയാണോ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയെ നിശ്ചയിച്ചിരിക്കുന്നത്? അങ്ങനെ പറയാൻ കഴിയില്ല എന്നതാണ്. ഞാൻ സ്വർണ്ണക്കൊള്ളയിൽ തുടങ്ങാം. സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ജനവിധിയെ പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നു റിസൾട്ട്. ഇതാണ് ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി ചോദിച്ചത്. ആ ചോദ്യം ശരിയല്ലേ? അതിന് ഒരു കാരണമായി അദ്ദേഹം പറയുന്നത്, വളരെ ലോജിക്കലായി തോന്നുന്ന ഒരു കാരണം, നോക്കൂ, വിശ്വാസ സമൂഹത്തിൻ്റെ മുഴുവൻ വോട്ടും ഇത്തവണ LDFന് കിട്ടിയില്ലെങ്കിൽ എവിടേക്കെയാണ് LDF പരാജയപ്പെടാൻ സാധ്യതയുള്ളത്? അവിടെ ആരായിരിക്കും അതിലുള്ള നേട്ടം കൊയ്യേണ്ടത്? സ്വാഭാവികമായും BJP വലിയ രീതിയിൽ UDFനോടൊപ്പം തന്നെ ഒരു വലിയ വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നു. എന്നാൽ BJPക്ക് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ക്യാമ്പയിൻ കാര്യമായി ഗുണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ളത്.